നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നോക്കി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും ചെയ്യാൻ പഠിച്ചു. ഇനി അതിനകത്ത് കുറച്ച് ടോപ്പിക്ക് ബാക്കിയുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്കിനെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലൊരു 4 പ്രോബ്ലം ചെയ്യണം. ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണെന്ന് ഒരു ഡെഫിനിഷനും അതിനകത്തുള്ളൊരു കുഞ്ഞു പ്രോബ്ലം ഉണ്ട്. അപ്പോഴേ നമ്മുടെ മോഡ്യൂൾ ഇവിടെ തീരുവാണ്. നമുക്കിനി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് ബാക്കി പ്രോബ്ലത്തിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ബാക്കി പ്രോബ്ലത്തിലേക്ക് നമ്മളിന്ന് പോവാണ്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ തന്നെ പ്രോബ്ലം ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇയാൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഒരു ഫംഗ്ഷൻ 1 ഒന്നുമല്ല ടി എന്നൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനെ എങ്ങനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് കൺവേർട്ട് ചെയ്യണേ എന്നുള്ളതിന് നമുക്ക് കുറച്ച് ഫോമുലാസ് അറിഞ്ഞിരിക്കണം. ഫോമുല എന്നോ പ്രോപ്പർട്ടി എന്നൊക്കെ പറയാം. അത് ഞാനൊരു 4 നോട്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 4 എണ്ണം എഴുതിത്തരാം. അത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. അതുപോലെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നോക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ എഴുതേണ്ടത് ഇപ്പോൾ നോക്കിക്കോളും. ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ നോട്ട് എന്ന് പറഞ്ഞ് പറയുവാണേ. സപ്പോസ് നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ജി ഓഫ് ടി എന്നൊരു ഫംഗ്ഷനാണ്. ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഇവിടെ ഇപ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് തരുന്നത്. അതുപോലെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് എഴുതുക. ആൻഡ് 0 ഫോർ ടി ലെസ് ദാൻ എ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ ഇങ്ങനത്തെ ഫംഗ്ഷനാണ് ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ സം വാല്യൂ ഉണ്ടായിരിക്കും. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്കും ടി ലെസ് ദാൻ എക്ക് 0 ആണ് എന്നുള്ള ഫോമിൽ തന്നാൽ ആ എഫ് ഓഫ് ടി എ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് എഴുതുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതാണ് അതിൻ്റെ ഫോമുല. ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് ഈ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് ഡയറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രൂഫ് വേണ്ട, നമ്മളിങ്ങനെ ഫോമിലായിട്ട് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് നോട്ട് 1 ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് പ്രോബ്ലം ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് മാത്രമേ വരത്തുള്ളൂ, അല്ലാണ്ട് മാറിയും വരാമല്ലോ. അപ്പോൾ അങ്ങനത്തെ 1-2 കേസ് ഇവിടെ പറഞ്ഞു തരട്ടെ. നോട്ട് 2 ആയിട്ട് പറയുന്നത്, സപ്പോസ് നമ്മുടെ എഫ് ഓഫ് ടി തന്നിരിക്കുന്നത് ജി ഓഫ് ടി എന്ന് തന്നിട്ടുണ്ട്. ഫോർ എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബി ആൻഡ് 0 അതർവൈസ്. അതർവൈസിനെ ഞാൻ OW ഇട്ടത് അതർവൈസ്. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് എഫ് ഓഫ് ടീൻ്റെ വാല്യൂ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അല്ലാത്ത കേസുകളിലെല്ലാം 0 ആവുന്നത്. അപ്പം അങ്ങനത്തെ ഫംഗ്ഷനാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് സ്കെയിലിൽ എഴുതണം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, രണ്ടാമത്തെ സ്കെയിലും യു ഓഫ് ടി മൈനസ് ബി എന്നുള്ള ഫോമിൽ ഈ ആദ്യത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഈ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് അവിടുത്തെ റിസൾട്ട്. അങ്ങനത്തെ ഫംഗ്ഷൻ അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കണം എന്നുള്ളതനുസരിച്ച് നമ്മൾ റിസൾട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് 2 കേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കേസ് പറയാം അടുത്ത്. നോട്ട് 3 എന്ന് പറഞ്ഞിട്ട് f of t is equal to g1t for t less than a and g2t for t greater than or equal to a. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇപ്പോഴത്തെ സൈഡ് g1t ആണെന്നും t greater than or equal to a ആകുമ്പോൾ g2t ആണെന്നും തന്നിരിക്കുകയാണ്. അപ്പോൾ greater than or equal to a വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മുടെ മനസ്സിൽ വരും അല്ലേ. പക്ഷെ ഇങ്ങനെ രണ്ടും വരുന്ന കേസാണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാവോ? എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു g1t ആദ്യത്തെ ആൾ അതുപോലെ എഴുതി. g1t പ്ലസ് രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് കിടക്കുന്ന ഫംഗ്ഷൻ g2t മൈനസ് g1t ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതാണ് ഫോമുല. g2t മൈനസ് g1t ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നുള്ള ഫോമുല എഴുതണം. അതായത് ടി ലെസ് ദാൻ ഒരു പോയിന്റിൻ്റെ 2 സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ഉള്ള ഫംഗ്ഷൻ ഇങ്ങനെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇങ്ങനെയാണ് ഫോമുല എഴുതേണ്ടത്. നമ്മൾ ഈ എഴുതുന്ന റിസൾട്ടുകളിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇതെഴുതി. അടുത്ത 3ാമത്തെ റിസൾട്ട്, സപ്പോസ് എഫ് ഓഫ് ടി തന്നേക്കുവാണ്. g1t എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. g2t എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് g3t എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫോർ ടി ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ അതിനെഴുതട്ടെ.
ആ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ടി എഴുതുമ്പോൾ ഇവിടെ തുടങ്ങിയതുപോലെ തന്നെ ടി ലെസ് ദാൻ എ എന്ന് പറയുമ്പോൾ G1t എന്നല്ലേ തുടങ്ങി. അപ്പം G1t പ്ലസ് അടുത്ത പോയിന്റ് എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? G2t മൈനസ് G1t. ഇത് അവിടെ എഴുതിയതുപോലെ രണ്ടിൻ്റെ ഡിഫറൻസ് ഇൻറ്റു u ഓഫ് ടി മൈനസ് എ. അടുത്ത് G3t മൈനസ് G2t ഇൻറ്റു u ഓഫ് ടി മൈനസ് ബി. ഇതാണ് നമ്മുടെ ഫോമുല. ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് ആ പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കൊരു ബോക്സിനകത്തിട്ട് വയ്ക്കാം. ഈ പ്രോബ്ലംസ് അറിഞ്ഞാൽ മാത്രമേ, ഈ റിസൾട്ടുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് സൈഡിൽ വേണം, അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ആദ്യം കാണിച്ചത് ഇത് തന്നിട്ടാണ് ഞാൻ ഇത് തുടരിലേക്ക് വന്നത് അല്ലേ. അപ്പോൾ എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഞാൻ ഇനി ഫംഗ്ഷൻസ് മാത്രമേ പറയത്തുള്ളൂ. ആ ഫംഗ്ഷനെല്ലാം നമ്മൾ എന്തിലേക്കാക്കും? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ 4 എണ്ണം പഠിച്ചതിനകത്ത് ഏതാതിനകത്ത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്ക് പകരം ഇവിടെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൻഡ് 0 ഫോർ ടി ലെസ് ദാൻ എ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കാനായിട്ട് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിലേക്കായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇയാളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡും ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കാം. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എപ്പോഴും എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഇതൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ആ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അത് നമുക്ക് ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. രണ്ട് സൈഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുത്തു. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഓർമ്മിക്കുന്നത് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. അതെന്തായിരുന്നു ആ റിസൾട്ട്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t minus a into u of t minus a is equal to e raised to minus as into Laplace transform of f of t. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ആ റിസൾട്ടാണ്. അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ രീതിയിലായാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ u of t minus 3 ഉണ്ട്. ബട്ട് ടീയുടെ കൂടെ എന്താ ഉള്ളത്? ടീയുടെ കൂടെ t മാത്രമേ ഉള്ളൂ. നമുക്കതിനെ t minus 3 എന്നുള്ള ഫോമിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ ടി മൈനസ് 3 എന്നുള്ള ഫോമിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ദിസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു, അപ്പോൾ ആ ഇക്വേഷൻ്റെ ബാക്കിയാണ് ഞാനിവിടെ എഴുതുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ്, ഞാൻ ടീയുടെ കൂടെ ഒരു -3 ആഡ് ചെയ്തു, ഒരു 3 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ആദ്യം -3 എഴുതി, പിന്നെ +3 എഴുതി, ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യട്ടെ. ഈ ടി മൈനസ് 3നെ നമുക്ക് ഒന്നിച്ചെടുക്കാം, മറ്റേ ആളെ മാറ്റി നിർത്താം. ദറ്റ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t minus 3 into u of t minus 3 plus 3 എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. സോ 3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് u ഓഫ് t minus 3. t minus 3 ഇൻറ്റു u ഓഫ് t minus 3 ഈ റിസൾട്ട് യൂസ് ചെയ്തതിന് എങ്ങനെ എഴുതാം? e raised to minus 3s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് u ഓഫ് t മൈനസ് a ഇസ് ഈക്വൽ ടു e raised to minus as by s ആണ് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഇയാൾ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു e raised to minus 3s by s എന്ന് എഴുതാം. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t എന്തുവാണ്? 1/s². അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ കംപ്ലീറ്റ് ആയി. സോ ദിസ് ഈക്വൽ ടു e raised to minus 3s ഇൻറ്റു 1/s² പ്ലസ് 3 ഇൻറ്റു e raised to minus 3s by s. ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയേ പറ്റത്തുള്ളൂ? നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ പഠിച്ച ഈ 4 റിസൾട്ട് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ 4 റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 റിസൾട്ട് അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ബൈ ചേഞ്ചിങ് ടു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് ചേഞ്ച് ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എഫ് ഓഫ് ടി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എഫ് ഓഫ് ടി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. t² നേരെ 1 ലെസ് ദാൻ t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ റിസൾട്ട് നോക്കിക്കേ. ഈ രണ്ടും വരുന്നത് ഞാൻ ഇതൊരു പഠിപ്പിച്ചില്ല അല്ലേ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ആദ്യം a ലെസ് ദാൻ t ലെസ് ദാൻ b ആണെങ്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? g ഓഫ് ടി ഇൻറ്റു എന്നുള്ള ഫോമിലല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഫോമിൽ ഞാനതിനെ ഇവിടുത്തെ g ഓഫ് ടി എന്ന് പറഞ്ഞാൽ t² ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് u ഓഫ് t മൈനസ് 1 മൈനസ് u ഓഫ് t മൈനസ് 2 പ്ലസ്
ടി ഗ്രേറ്റർ ദാൻ എ വന്നപ്പോൾ എന്തുവാ എഴുതിയിരിക്കുന്നത്? ആ ഫംഗ്ഷൻ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഗ്രേറ്റർ ദാൻ വരുന്ന സ്റ്റെപ്പിൽ. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ വരുന്ന സ്റ്റെപ്പിൽ 4t ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അപ്പോൾ ഈ രണ്ട് റിസൾട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആ സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബിയുടെ സ്റ്റെപ്പ് അനുസരിച്ച് ഫസ്റ്റ് ടേം എഴുതി, പ്ലസ് രണ്ടാമത്തെ ടേം ജി ഓഫ് ടിയുടെ നേരെ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എയുടെ ഈ സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണ് രണ്ടാമത്തെ ടേം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1, രണ്ടിടത്തും യു ഓഫ് ടി മൈനസ് 2 ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് എങ്ങനെ എഴുതേണ്ടേ? 4t മൈനസ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. 4t മൈനസ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇത് നമ്മുടെ എഫ് ഓഫ് ടി കിട്ടി. ബട്ട് ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിലാണോ നിൽക്കുന്നത്? അല്ല. നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്ന തരത്തിലാവണമെങ്കിൽ ഇവിടെ ടി ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? ടി മൈനസ് 1 എന്നുള്ള ഫോമിൽ വരണം അല്ലേ? അങ്ങനെ ടി മൈനസ് 1 എന്നുള്ള ഫോമിൽ വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുന്നിലത്തെ സ്റ്റെപ്പ് ചെയ്തതുപോലെ ആ ടീയുടെ കൂടെ നമ്മളൊരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്ട്രാക്ട് ചെയ്തു. എനിക്കിവിടെ ടി മൈനസ് 1 ആദ്യം ഉള്ളതുകൊണ്ട് ടി മൈനസ് 1 ആദ്യം എഴുതിയിരിക്കുന്നത്. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 4t മൈനസ് ടി സ്ക്വയറിനകത്തും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 4t മൈനസ് ടി സ്ക്വയറിനകത്തും ഞാൻ സെയിം വേയിൽ എനിക്ക് ടി മൈനസ് 2 വരണമുണ്ട്. 4 ഇൻറ്റു ടി മൈനസ് 2 പ്ലസ് 2 എന്ന് എഴുതി, മൈനസ് ടി സ്ക്വയറിനകത്തും ടി മൈനസ് 2 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്ന് എഴുതി. ഇനി is equal to ഈ ടി മൈനസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിൽ ഈ ടി മൈനസ് 1 ഞാൻ ഒന്നിച്ചെടുത്തു. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വരണേ? ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇവിടെയാണെങ്കിലോ പ്ലസ് അടുത്ത ടേം വരുന്നത് 4 ഇൻറ്റു ടി മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു 2 എന്താ വരുന്നത്? 8. അടുത്ത ടേമിലാണെങ്കിലോ മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ടി മൈനസ് 2 പ്ലസ് 4 അത് എക്സ്പാൻഡ് ചെയ്തതാണേ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ദറ്റ് ഈസ് ഈക്വൽ ടു ഈ 4 ഇൻറ്റു ടി മൈനസ് 2 മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഒരു മൈനസ് 4 ഇൻറ്റു ടി മൈനസ് 2 അങ്ങ് ക്യാൻസലായി പോകത്തില്ലേ? ബാക്കിയുള്ള ടേമിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് യു ഓഫ് ടി മൈനസ് 1. ഈ 3 ടേമുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്ത ടേമിലേക്ക് പോവാം. ആദ്യത്തെ ടേം എന്തുവാ? 8. 8ഉം ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, 4ഉം ഉണ്ട്. അപ്പോൾ 8 മൈനസ് 4 എന്ത് വരിക? പ്ലസ് 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 ആണ് പുറത്ത് കിടക്കുന്നത് കേട്ടോ. അടുത്ത് ഈ മൈനസിനകത്തേക്ക് വന്നപ്പോൾ മൈനസ് ഓഫ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. തീർന്നല്ലോ, വേറെ ടേം ഒന്നും ഇല്ല. ഇനി നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതിപ്പോൾ എന്തായി? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ നമുക്ക് ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറ്റി നിർത്തുകയും. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി രണ്ട് സൈഡിലും കൊടുത്താൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 4 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 2 മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന രണ്ട് റിസൾട്ട് ഏതൊക്കെയാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ എന്തുവാണ്? ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ്. ഈ രണ്ട് ഫോമിലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കാം, ദിസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഫസ്റ്റ് റിസൾട്ട് യൂസ് ചെയ്ത് ഇവിടെ എ എന്ന് പറയുന്ന 1 ആണ്. സോ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ പ്ലസ് 2 കൊടുത്ത കോൺസ്റ്റൻറ്റ് യു ഓഫ് ടി മൈനസ് 1 സെയിം വേ എ എന്ന് പറയുന്ന അവിടെ 1 ആണ്. സോ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി. രണ്ടാമത്തെ ഈ ഫംഗ്ഷൻ തന്നെ ഞാൻ കൊടുത്താൽ മതി അല്ലേ? യു ഓഫ് ടി മൈനസ് എ മാത്രമേ അതിനകത്തുള്ളൂ. സോ അത് പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ്. അടുത്താണേലോ അതും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് 2ൻ്റെ മാത്രം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് അവിടെ എ എന്ന് പറയുന്ന 2 ആണ്. സോ ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ്. അടുത്തതിനാണേലോ അവിടെ എ എന്ന് പറയുന്ന 2 ആണ്. സോ മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്തുവാണ്? ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് എക്സ് റൈസ് ടു n പ്ലസ് 1 അല്ലേ? അതാണ് എസ് ക്യൂബ് എന്ന് എഴുതുന്നത്.
പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/s പ്ലസ് ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ. നേരത്തെ അതേ ഫോമുല 2 ഫാക്ടോറിയൽ ബൈ എക്സ് റൈസ് ടു n പ്ലസ് 1 ദറ്റ് ഈസ് 2 പ്ലസ് 1 3 എക്സ് ക്യൂബ് എന്ന് വന്നു. ഇത് വേണേലും നിങ്ങൾക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ഒന്നുപോലത്തെ ടേമിനെ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ചെറുതാക്കാം, എന്ത് വേണേലും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഇപ്പോൾ ഈ രണ്ട് ടേമിൽ എസ് ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അപ്പോൾ എന്ത് വേണേലും ഇതിനെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുവാണ്. ഇവിടെ ഒരു എസ് സ്ക്വയർ ആയിരുന്നു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/s സ്ക്വയർ. അതുപോലെ ഇവിടെ 4 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 2 ആയിരുന്നു. അപ്പോൾ അടുത്ത് ഇവിടെ എടുത്ത് ചെയ്തപ്പോൾ ഞാനിവിടെ 4 വിട്ടായിരുന്നു. അപ്പോൾ 4 ഈ രണ്ട് സ്ഥലത്തും 4 ഉണ്ട്. ബാക്കി ഇപ്പോൾ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ടേം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഹെൻസ് ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് ടി സ്ക്വയർ ഫോർ ടി ഗ്രേറ്റർ ദാൻ 2. പ്രോബ്ലം ചെയ്യാം. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഫോമുല പഠിച്ചതാണ്. അപ്പോൾ അത് നോക്കുക. G1t for t less than a, t less than or equal to 2, ഇപ്പോഴത്തെ 0 സെയിം തന്നെ അല്ലേ? ആൻഡ് t greater than or equal to a, അല്ലെങ്കിൽ നോക്കിക്കേ 0 ലെസ് ദാൻ t ലെസ് ദാൻ or equal to a എന്ന് വന്നാലും G1t പ്ലസ് G2 മൈനസ് G1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, സെയിം സ്റ്റെപ്പാണ് കേട്ടോ ഈ രണ്ടെണ്ണത്തിന്. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് G1t പ്ലസ് സെക്കൻഡ് ടേം എങ്ങനെയാണ്? ടി സ്ക്വയർ മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇവിടെ വെച്ച് ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കുന്നതിൽ എളുപ്പം എന്തുവാണ്? ആദ്യം എൻ്റെ സ്കെയിൽ നമുക്ക് ടി ഉള്ള സ്ഥാനത്തെല്ലാം ടി മൈനസ് 2 എന്നുള്ള ഫോമിലാക്കിയിട്ട് കൊടുക്കാം അല്ലേ? അപ്പോഴേ ഈ തനിച്ചുള്ള ടീനെ നമുക്കൊന്നും ചെയ്യേണ്ട. ഈ യു ഓഫ് ടി മൈനസ് 2 ഉള്ള അതിൻ്റെ കൂടെയുള്ള ആളെ മാത്രമല്ലേ നമുക്ക് ടി മൈനസ് 2 ആക്കേണ്ടത്. ഇയാളെ വെറുതെ ടി മൈനസ് 2 ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് തനിച്ചാണ്, അതിൻ്റെ കൂടെ യു ഓഫ് ടി മൈനസ് 2 ഇല്ല. അതുകൊണ്ട് അയാൾ അങ്ങനെ തന്നെ നിർത്തി. രണ്ടാമത്തെ ടേമിലെ ടി സ്ക്വയറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ടി മൈനസ് എ എന്ന് പറയുന്ന 2 ആയത് കാരണം 2 ആഡ് ചെയ്യുന്നു, 2 സബ്ട്രാക്ട് ചെയ്യുന്നു. ദ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് ടി മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ടി പ്ലസ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ടി മൈനസ് 2 പ്ലസ് 4 മൈനസ് ഓഫ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അകത്ത് എന്തൊക്കെ പോവും? ദിസ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് ബ്രാക്കറ്റിനകത്ത് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ടി മൈനസ് 2 മൈനസ് ഓഫ് ടി മൈനസ് 2 കൂടെ ചേർന്ന് 3 ഇൻറ്റു ടി മൈനസ് 2 അല്ലേ? അടുത്ത് 4 മൈനസ് 2 എന്ന് പറയുന്നത് എന്താവുകയാണ്? 2 ആവുകയാണ് ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇനി ഞാൻ ആ യു ഓഫ് ടി മൈനസ് 2 അകത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ദിസ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 3 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഇനി നമുക്കിപ്പോൾ എന്തായി? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമായി. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കാം. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് ഈ 3 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തിട്ടു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 2. ദറ്റ് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്തുവാണ്? 1/s സ്ക്വയർ പ്ലസ് ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? പ്ലസ് 3 ഇൻറ്റു അടുത്ത യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അപ്ലൈ നടത്തുക ഞാൻ ഇങ്ങനെ എഴുതുന്നത് പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി പ്ലസ് 2 കോൺസ്റ്റൻ്റ് ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ എന്തുവാണ്? ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ്. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഇനി ഇത് രണ്ടും കൂടി സിംപ്ലിഫൈ ആണുണ്ട് അല്ലേ? അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരണേ? ദിസ് ഇസ് ഈക്വൽ ടു 1/s സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഫാക്ടോറിയൽ ബൈ എക്സ് റൈസ് ടു n പ്ലസ് 1. എന്നിവിടെ 2 ആണ്, സോ എസ് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/s സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ്. ഓക്കെ, ആൻസർ കംപ്ലീറ്റ് ആയി.
Express the following function in term of unit step function and hence find Laplace transform of f of t is equal to sin t for t less than or equal to pi, 1 for pi less than t less than or equal to 2 pi and cos t for t greater than 2 pi. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് മാറ്റണം. അപ്പോൾ നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ടല്ലോ. നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് നോക്കുമ്പോൾ നോക്കിയേ, ഈ ഫസ്റ്റ് റിസൾട്ട് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. അപ്പോൾ ഈ ജി വൺ ടിക്ക് വരെ ഇവിടെ സൈൻ ടി, ഈ സീറോ എന്നുള്ള സംഭവം അവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അണ്ടർസ്റ്റുഡ് അല്ലേ? അടുത്ത ജി ടു ടി എന്ന് പറയുന്നത് എന്തുവാണ്? എ ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോമിൽ ഇവിടെ കിടക്കുന്ന കോസ് ടി എന്ന് പറയുന്നത് ഇവിടെ എന്തുവാ? ജി ത്രീ ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ബി. ഇതേ ഫോമിലല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇതേ ഫോമിൽ ഉപയോഗിച്ച് ഞാൻ എഴുതട്ടെ. എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിന് നമ്മൾ അതുപോലെ തന്നെ എഴുതും. പ്ലസ് രണ്ടാമത് എന്താ എഴുതേണ്ടത്? സെക്കൻഡ് വന്നിരിക്കുന്ന ഫംഗ്ഷൻ മൈനസ് ആദ്യത്തെ ആൾ സൈൻ ടി ഇൻറ്റു അവിടുത്തെ എന്തായിരുന്നു? 0.5. അപ്പോൾ യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് ജി ത്രീ ടി മൈനസ് ജി ടു ടി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്? കോസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രശ്നം? സൈൻ ടീനെ ഒന്നും ചെയ്യേണ്ട, അവിടെ യു ഓഫ് ടി ഒന്നും കൂടെ ഇല്ല. അപ്പോൾ അയാൾ അങ്ങനെ തന്നെ നിർത്താം. യു ഓഫ് ടി മൈനസ് പൈക്ക് എന്താ പ്രശ്നം? അതിൻ്റെ കൂടെയുള്ള ഈ ഫംഗ്ഷനകത്ത് ടി ഉള്ള ആളുണ്ട്, സൈൻ ടി ഉണ്ട്, അയാളെ കൂടെ ടി മൈനസ് പൈ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈൻ ടി പ്ലസ് 1 മൈനസ് സൈനിൻ്റെ കൂട്ടത്തിൽ ടീയുടെ കൂടെ പൈ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം മൈനസ് പൈ ദെൻ പ്ലസ് പൈ എന്ന് എഴുതുവാണ്, കാരണം എനിക്ക് ടി മൈനസ് പൈ അല്ലേ ഒന്നിച്ച് വേണ്ടേ. ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് സെയിം വേ കോസ് ടീൻ്റെ കൂടെ എന്ത് ചെയ്യണം? കോസ് എനിക്ക് ടി എന്ന് പറയുന്നത് ടി മൈനസ് 2 പൈ എന്നുള്ള ഫോം വേണം. അതുകൊണ്ട് ഞാൻ 2 പൈ ആഡ് ചെയ്യുന്നു, 2 പൈ സബ്ട്രാക്ട് ചെയ്യുന്നു. മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. എൻ്റെ ഇവിടുത്തെ സ്കെയിൽ ടി മൈനസ് 2 പൈ ആയതുകൊണ്ട് അയാളെ ഞാൻ ഒന്നിച്ചെടുക്കും, ബാക്കി ആളെ മാറ്റും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ടി പ്ലസ് 1 മൈനസ് സൈൻ പൈ പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പോൾ ഇതെന്തായി മാറും? സൈൻ ടി മൈനസ് പൈ ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് അടുത്തതിന് എന്ത് ചെയ്യാം? കോസ് 2 പൈ പ്ലസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ ആ ഫോമിലേക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കോസ് ടി മൈനസ് 2 പൈ മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പൈ. ഇവിടെ വെച്ച് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ വേണ്ട ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കട്ടെ ഇങ്ങനെ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് സൈൻ ടി മൈനസ് പൈ, ഈ 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ നിർത്തിയിരുന്നത്, ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos t minus 2 pi into minus 1 into u of t minus 2 pi. എഴുതട്ടെ. that is equal to Laplace transform of sin t എന്തുവാണ്? 1 by 1 plus s square പ്ലസ് യു ഓഫ് ടി മൈനസ് പൈ പോകാനായിട്ട് എന്ത് ചെയ്യണം? ഇ റൈസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് സൈൻ ടി പ്ലസ് അടുത്തതാണെങ്കിലോ യു ഓഫ് ടി മൈനസ് 2 പൈ പോകാനായിട്ട് ഇ റൈസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി മൈനസ് 1. that is equal to 1 by 1 plus s square into അല്ല പ്ലസ് ഇ റൈസ് ടു മൈനസ് പൈ എസ് ബ്രാക്കറ്റിനകത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് 1 by s മൈനസ് ഓഫ് സൈൻ ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 by 1 plus s square പ്ലസ് ഇ റൈസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി എന്ന് പറഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 by s. സ്പ്ലിറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്ത് എഴുതി. ആൻസർ കംപ്ലീറ്റ് ആയി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് എവിടെന്നെങ്കിലും കിട്ടുന്നതൊക്കെ ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഞാൻ തരാം. നെക്സ്റ്റ് ടോപ്പിക് ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ഓർ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അതിന് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ടി എന്നാണ്. ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: 0 for t നോട്ട് ഈക്വൽ ടു 0, നോട്ട് ഡിഫൈൻ ഫോർ t ഈക്വൽ ടു 0. ഇതെന്താ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എന്നല്ലേ പറഞ്ഞുതരാം. ഈ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ പേരിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷനുണ്ട്. നമ്മുടെ ലൈഫിലെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടക്കുന്ന ചില കാര്യങ്ങളില്ലേ, അതായത് ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു മിന്നൽ പോയി നമ്മുടെ കണ്ണിൽ കാണുന്നതുമാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഷിപ്പിന് ഒരു വലിയൊരു വേവ് വന്ന് ഹിറ്റ് ചെയ്തു, അപ്പോഴുണ്ടാകുന്ന ഒരു ഇമ്പൾസ്. ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ടൈം അനുസരിച്ച്
ടൈം അനുസരിച്ച് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യും. അത് ടൈം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്ന് നമ്മൾ നോക്കും. അപ്പം കണ്ടിന്യൂസ് കേസിലാണ് ടൈം വരുന്നതെങ്കിൽ അതിനെ മാത്തമെറ്റിക്കലി മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മെത്തേഡാണ് ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ. അതേപോലെ ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ നമുക്കതിന് ക്രോണിക്കൽ ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഒരു ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചും അതിൻ്റെ ഇമ്പൾസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനൊരു ഷിപ്പ് വല്ല എന്തുവാണ് പെട്ടെന്നൊരു വേവ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇമ്പൾസ് അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഉണ്ടാകുന്ന ഇമ്പൾസിനെ മാത്തമെറ്റിക്കലി മോഡൽ ചെയ്യാൻ ടൈം അനുസരിച്ച് ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ടൈം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ആണ് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ ആ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫോമുലയാണ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ടി 0 ഫോർ ടി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് നോട്ട് ഡിഫൈൻഡ് ഫോർ ടി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോം. ഇതാണ് ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫോമുല. അതിൻ്റെ മറ്റൊരു പേരാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ, റെക്റ്റാങ്കിൾ ഫംഗ്ഷൻ ഓർ യൂണിറ്റ് പൾസ് ഫംഗ്ഷൻ. നമ്മുടെ ഈ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ സ്കെയിൽ ടി മൈനസ് എ, അതായത് ഒറിജിനൽ നിന്നല്ലാണ്ട് കുറച്ച് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1/k. ഡെൽറ്റ കെ ടി മൈനസ് എ ഈസ് ഈക്വൽ ടു 1/k ഫോർ എ ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് കെ. അതായത് ഒറിജിനൽ നിന്ന് എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് എത്തുമ്പോൾ ഡെൽറ്റ കെ ടി മൈനസ് കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, 1/k എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സപ്പോസ് 1/k എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ് ടു ഏത് വരെ വരുന്നുണ്ട്, എ പ്ലസ് കെ എന്ന് പറയുന്ന പോയിന്റ് വരെ, എ മുതൽ എ പ്ലസ് കെ. അതർവൈസ് അതെല്ലാം എന്തുവാണ്, 0 എന്നുള്ള ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ആലോചിക്കുക. കെയുടെ വാല്യൂ കൂടുമ്പോൾ ഓരോ വാല്യൂ വരുന്നതനുസരിച്ച് ഓരോ ഗ്രാഫ് ഇതിങ്ങനെ ഈ ലൈൻ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ അതാണ് നമ്മുടെ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ഒരു സ്കെയിൽ മാറ്റിയിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് കൂടെ അറിയണം. അതിൻ്റെ പ്രൂഫ് നമുക്ക് വേണ്ട, നമ്മൾ ഫോമുല മാത്രം അറിഞ്ഞാൽ മതി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ കെ ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ. ഡെൽറ്റ കെ ടി മൈനസ് എ എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് പൾസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തുവാണ്, ഇ റേസ് ടു മൈനസ് എസ് ആണ്. നമുക്ക് ഇപ്പോൾ ഈ യൂണിറ്റ് പൾസ് ഫംഗ്ഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷന് വേറൊരു ഓൾട്ടർനേറ്റ് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് പൾസ് ഫംഗ്ഷൻ, ഈ പൾസ് ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് കേസായിട്ട്, അതായത് 1/k എന്ന് വന്നിരിക്കുന്ന ഈ കെയിൽ കെ ടെൻസ് ടു 0 ആവുമ്പോൾ നമുക്ക് എന്താവുകയാണ്, കെ ടെൻസ് ടു 0 എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ലിമിറ്റിംഗ് കേസിനെ നമുക്ക് ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാക്കി മാറ്റാൻ പറ്റും. യൂണിറ്റ് പൾസ് ഫംഗ്ഷനിൽ 1/k എന്ന് പറയുന്നതിൽ കെ ടെൻസ് ടു 0 ആണെങ്കിൽ എന്താ, യൂണിറ്റ് പൾസ് ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് കേസായിട്ട് നമുക്ക് എന്ത് ഡെഫിനിഷൻ എടുക്കാൻ പറ്റും, ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷനെ എടുക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കമ്പ്യൂട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ കെ ടി മൈനസ് എ ഇസ് ഈക്വൽ ടു 1/k ഫോർ എ മൈനസ് കെ ബൈ 2 ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് കെ ബൈ 2 ആൻഡ് 0 അതർവൈസ്. ഈ ഡെൽറ്റ കെ ടി മൈനസ് എ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുവാണിത്, ഇത് യൂണിറ്റ് പൾസ് ഫംഗ്ഷനാണ് ഡെൽറ്റ കെ ടി മൈനസ് എ എന്നുള്ളത്. ഇത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്തിരിക്കുന്നതാണ്. ടെസ്റ്റിലാകെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുള്ളൂ. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ കെ ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എന്താ, എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടിക്ക് പകരം ഡെൽറ്റ കെ ടി മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, 0 ടു ഇൻഫിനിറ്റി ആണ് നമ്മുടെ ലിമിറ്റ് അല്ലേ. ഈ 0 ടു ഇൻഫിനിറ്റിക്കകത്ത് ഉള്ളൊരു പോയിൻ്റാണ് എ മൈനസ് കെ ബൈ 2ഉം എ പ്ലസ് കെ ബൈ 2. അതിനിടയ്ക്കുള്ള ഫംഗ്ഷനാണ് 1/k എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും 0 ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ലിമിറ്റ് എന്ത് മാത്രം എടുത്താൽ മതി, എ മൈനസ് കെ ബൈ 2 ടു എ പ്ലസ് കെ ബൈ 2. എന്തോ എടുത്ത വാല്യൂ 1/k ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ആ 1/kനെ പുറത്തേക്ക് എടുത്തു. ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്, ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ലിമിറ്റ് ഈസ് ഫ്രം എ മൈനസ് കെ ബൈ 2 ടു എ പ്ലസ് കെ ബൈ 2. ആ മൈനസ് എസിനെ കൂടെ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ മൈനസ് 1/ks ഇൻറ്റു അപ്പർ ലിമിറ്റ് ടിയുടെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു എ പ്ലസ് കെ ബൈ 2 മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു എ മൈനസ് കെ ബൈ 2. ആൻസർ ആയില്ലേ. വേണേൽ ഇവിടെ വെച്ച് നിർത്താം, നമുക്കല്ലെങ്കിൽ എന്ത് വേണേലും എഴുതാം. ഇയാളെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടുന്ന് മൈനസ് പുറത്തേക്ക് എടുത്ത് അറേഞ്ച് ചെയ്തൊക്കെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ആൻസർ നിർത്തിയാലും മതി.
ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കണമെങ്കിൽ ദിസ് ഈക്വൽ ടു -1/ks ഇവിടെ ചെയ്യണമെങ്കിൽ ആൻസർ നിർത്താവേ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ e⁻⁻sa ഇൻറ്റു e⁻⁻sk/2 എന്ന് വരുന്നില്ലേ. അതുപോലെ -e⁻⁻sa ഇൻറ്റു മൈനസ് അകത്തേക്ക് പോകുമ്പോൾ e⁻sk/2 എന്ന് വരും. ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് എന്ത് സ്റ്റെപ്പ് ഉണ്ട്? e⁻⁻sa/ks ഇൻറ്റു ഈ മൈനസ് സൈൻ കൂടെ അകത്തേക്ക് എടുക്കുവാണെങ്കിൽ ആദ്യം ഈ ടേം വരും e⁻sk/2. രണ്ടാമത്തെ ടേം ഇതാ വരണേ -e⁻⁻sk/2. നമുക്ക് e⁻θ-e⁻θ/2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സൈൻ h തീറ്റ എന്നറിയാലോ. അപ്പോൾ ആ ഫോമുല അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെ e⁻⁻sa/ks ഇൻറ്റു സൈൻ h sk/2 എന്ന് പറഞ്ഞ് എഴുതി നിർത്താം.